ജയിലിലാണല്ലോ. അതെ. അപ്പൊ ജയിലിൽ നിന്ന് ഇപ്പൊ കോടതിയിലോട്ട് പോയിട്ട് അവസാന വിധി വരുന്ന ദിവസമാണെന്ന്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ വീട്ടിലെ പുതിയൊരു ഗസ്റ്റിനെ കാണിച്ചു തരാം. ഹായ് ഓൾ, വെൽക്കം ടു മൃത വ്ളോഗ്സ്. മൃത വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ധ്വനിയുടെ എന്താ പറയുക, അവളുടെ സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. ആൻഡ് ഇപ്പോഴത്തെ സമയം രാവിലെ 6 മണിയായി. ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ തന്നെ കുറച്ച് സമയം ലേറ്റ് ആയിരുന്നു, ഒരു 12 മണിക്ക് കഴിഞ്ഞായിരുന്നു. അതെൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ അടുക്കളയിലുള്ളത്. അപ്പോൾ ധനുവിന് രാവിലെ എഴുന്നേറ്റ് അവൾക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വിടണം. കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയാം, കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റ് അവർക്കുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം വേണം കുട്ടികളെ ഉണർത്താനായിട്ട്. സോ അമ്മമാർക്കൊക്കെ വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 30th ആണ്. സോ ഇന്നാണ് ഏറ്റവും ലാസ്റ്റ് ഡേ അവളുടെ സ്കൂളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം വെക്കേഷനാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഏട്ടനുണ്ട് വീട്ടിൽ. പക്ഷേ ആളൊരു 7 മണിയാകുമ്പോഴത്തേക്കും ഷൂട്ടിന് പോകും. സോ അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് അവളെ ഒന്ന് റെഡിയാക്കി ഇന്ന് സ്കൂളിലേക്ക് നയിക്കുന്നിടം വരെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഞാൻ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നവൾക്ക് എന്താണ് കൊടുത്ത് വിടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ, ബിക്കോസ് ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഞാൻ ധ്വനീനെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ എൻ്റെ വീട്ടിലേക്ക് പോകും. സോ ധ്വനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്താൽ മതിയാകും. സോ അതുകൊണ്ട് നോക്കിയിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങൾ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. കറി വെക്കേണ്ടത് എന്താണെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടത് നോക്കാം. ധനുവിന് പിന്നെ തൈര് ഇഷ്ടമാണ്. സോ അവൾക്ക് തൈരും എന്തെങ്കിലും മെഴുക്കുവരട്ടി ഓംലേറ്റും കൊടുത്താലും അവൾ ഓക്കെ ആണ്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കാം. ഞാൻ ഈ കോവയ്ക്ക് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കട്ട് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നമ്മുടെ വീട്ടിലെ പുതിയൊരു ഗസ്റ്റിനെ കാണിച്ചു തരാം. ഞങ്ങൾ ഇന്നലെ മ്യൂസിയത്തിൽ പോയ സമയത്ത് ധനുവിന് ഒരാൾ വേണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഹലോ മാഷ, ഹായ്. ഇന്നലെ രാത്രി ആക്ച്വലി ഞാൻ ഇതിനെ കണ്ടിട്ട് പേടിച്ചു പോയായിരുന്നു. കാര്യം ഇരുട്ടത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയായിരുന്നു കേട്ടോ. ധനുതേ അവളുടേതാ ഈ ഒരു ചെറിയ കുട്ടി വണ്ടിയിൽ കെട്ടിയിട്ടേക്കുവാണ്. പക്ഷെ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, സാധാരണ ഏത് ടോയ് ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ അവൾ ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ ധ്വനീനെ വിളിക്കണം. സോ അതിന് മുന്നേ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിയണം. ഏട്ടൻ ആക്ച്വലി എഴുന്നേറ്റിട്ടില്ല, പക്ഷെ ആൾക്ക് വേണ്ടിയിട്ട് രാവിലെ കോഫിയും ഒരു മുട്ട ബുൾസയും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ലൊക്കേഷൻ ഫുഡ് അത്ര അങ്ങോട്ട് ഓക്കെ ആയിരിക്കില്ല, നമുക്ക് വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് കൊടുത്തിട്ടാണ് വിടാറുള്ളത്. സോ ആൾക്ക് ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കട്ടെ. ഇതിനിടയിൽ ഈ പാചകത്തിൽ എന്തെങ്കിലും ഡൗട്ടുള്ള സമയത്ത് ഞാൻ നേരെ അമ്മേനെ ഫോൺ വിളിച്ചാൽ ചോദിക്കാറുള്ളൂ കേട്ടോ. കാരണം ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തുന്നില്ല. നെക്സ്റ്റ് വൺ ധ്വനിക്കാണ് ഓംലെറ്റ്. ഇതിനിടയിൽ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആൾക്ക് കോഫി ഉണ്ടാക്കുന്നു. ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൂടും. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, സോറി, ചെറിയൊരു ഏട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ചെയ്യണേ? എന്താ ചെയ്യുന്നതെന്ന് ആടയാഭരണങ്ങളൊക്കെ ഒരു ചെറിയ പാത്രത്തിനകത്താക്കി കൂട്ടി വെക്കാൻ പോവുകയാണ്. ഞാനിപ്പോ ജയിലിലാണല്ലോ. അപ്പൊ ജയിലിൽ നിന്ന് ഇപ്പൊ കോടതിയിലോട്ട് പോയിട്ട് അവസാന വിധി വരുന്ന ദിവസമാണെന്ന്. അപ്പൊ ഇന്ന് ജയിലിൽ നിന്ന് റിലീസ് ആവും എന്നാണ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിധി വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എല്ലാരും കാണണം. സൂര്യ ടിവിയിൽ രാത്രി 9 മണിക്ക് മാംഗല്യം തന്തുനാനേന സീരിയല്. അതെ അതെ, ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇത് എവിടെ ഈ ജയിലിലൊക്കെ പോയത് ഇതിനിടയ്ക്കുന്നൊക്കെ അല്ല കേട്ടോ. അതെ, ഓക്കെ, കഴിക്കുക. കോഫിയും കൂടെ ബുൾസൈ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു നോക്കിയോ. ചൂടുണ്ടോ? ഓക്കെ, ഞാൻ കോഫിയും കൂടെ എടുക്കാം. ബൈ. ഞാനേ ബാങ്കിൽ പോവേ.
ഞാൻ കിച്ചണിലേക്ക് പോട്ടെ? പൊക്കോളുമല്ലോ. ബൈ. പുതിയ തൈര്, ചോറ്, അതുപോലെ പയറുകറി ഉണ്ടായിരുന്നു, അത് വെച്ചു, മുട്ട ഓംപ്ലേറ്റ് ആൻഡ് കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ തന്നെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇറക്കാൻ പറ്റും. അവിടെ പൊന്നി എവിടെ? അവിടെ പൊന്നി എവിടെ? ഉറക്കം വരുന്നാ? അത് പറ്റൂല. ഇന്ന് സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. നാളെ മുതൽ നീ പോണ്ട. ഓക്കെ? ബാ. അമ്മയുടെ തോളി കിടക്കാം. ബാ, അമ്മയുടെ തോളി കിടക്കാടാ. എന്നിട്ട് ഒന്ന് മാഷേനെ കാണണ്ട്. തന്നുവിൻ്റെ മാഷ. അച്ചോ, മാഷ ഇവിടെ പറന്ന് കളിക്കുകയാണ്. മാഷേനെ കാണാം? ഒന്ന് കണ്ണ് തുറന്നേ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ മോനോട്. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ധനുവിനുള്ള ഫുഡ് എടുത്തു വെച്ചു. അതുപോലെ ഞാൻ എനിക്കുള്ള കോഫിയും കൂടി എടുത്തു വെച്ചേക്കാണ്. ആൻഡ് ധനു കഴിക്കാം. നാളെ ഭയങ്കര മൂഡ് ഓഫാണ്. ധനു നമ്മുടെ സ്നാക്സ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. സ്നാക്സ് എന്താണെന്ന് അറിയണ്ടേ ധനുമ്മ? ഓക്കെ, ഹാപ്പി? എന്താണ് ഒരാളവിടെ സ്കൂളിൽ പോണ്ടാന്ന് പറഞ്ഞിട്ട് കിടന്ന് ബഹളവാ കേട്ടാ. ഇപ്പം പക്ഷെ കളിയായിട്ടാ പറയണല്ലേ മാ? അവൾക്കിനി ലഞ്ച് ബോക്സും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തൊക്കെ വരുമ്പോൾ സമയം ഇപ്പോൾ 7:52 ധനു. നമുക്ക് സ്കൂളിൽ പോകണം. ഇതാണ് ധനുവിൻ്റെ ബാഗ് കേട്ടോ, സ്പൈഡർമാൻ ബാഗ്. ധനുവിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ബാഗ്. ഓക്കെ, ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്യാം. അമ്മയുടെ അയ്യോ, ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ മോംസ്. ബിക്കോസ് രാവിലെ എഴുന്നേൽക്കുക, ഫുഡെല്ലാം വയ്ക്കുക, കുട്ടികളെ ആ സമയത്തിനുള്ളിൽ റെഡിയാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യമാണ്. ഇപ്പം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ബിസിനസ്സും കൂടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും പറയണ്ട. ഇതിനിടയിൽ കൂടിയാണല്ലോ നിങ്ങളൊരു ഡ്രീം നിങ്ങളെന്താ പറയുക ഫുൾഫിൽ ചെയ്യുന്നത്. മേക്കപ്പ് ബാഗ് അല്ലേ? എന്തിനൊരു സങ്കടം. അച്ഛനെ കാണണോ? അച്ഛൻ ഷൂട്ടിന് പോയി തന്നെ. വീഡിയോ കോൾ വേണമെങ്കിൽ വിളിച്ച് കാണിച്ചു തരാട്ടാ. അച്ഛൻ അടുത്ത് നിൽക്കുമ്പോൾ നിനക്ക് ഈ സ്നേഹമൊന്നും ഇല്ലല്ലോ. ദൂരെ ആകുമ്പോഴാണല്ലോ നിനക്ക് ഇത്ര സ്നേഹം. രണ്ട് സൈഡ് കെട്ടണോ? അമ്മൂൻ. ഓ മനസ്സിലായി, മറ്റേതല്ലേ? ഓക്കെ പൊട്ടേട്ടാ. ഓക്കെ, അങ്ങനെയല്ല, നമ്മൾ വട്ടം പൊട്ട. നീ ഇരുന്ന് നോക്ക്. അക്കല റൈറ്റ് ലെഫ്റ്റ് താമ. ഓക്കെ, ഇപ്പോൾ വണ്ടി എത്തിയെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നടക്കണം. ഓക്കെ, ലെറ്റ്സ് മൂവ്. കൈ പിടിക്കാം. മഴ പെയ്തു. ഇപ്പുറത്തെ വീട്ടിൽ ധനുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, ധനുവിൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന. ഹലോ അൻവി, റെഡി ആയോ? വണ്ടി എത്താറായിന്ന് പറഞ്ഞു. ഓടിവാ. തലയിൽ പൂ വെക്കാനുള്ള സമയമില്ല, വേഗം പൊക്കോ. വണ്ടി വരുന്നു, ഓടിക്കോ. പൂ കൈ തരാം, കൈ പിടിച്ചോണ്ട് പോവോ? ഈ പൂ അവൾക്ക് തലയിൽ വെക്കാൻ വേണം. പിടിച്ചോ. അൻവിക്കെടുത്തോ. നീ അമ്മയ്ക്കും കൂടെ കൊടുത്തോട്ടോ. ഓക്കെ, ബാ പോകാം. വണ്ടി വന്നു. ഇനി വണ്ടി അവിടെയാ വരുന്നത്. സൂക്ഷിച്ച്.
ഗുഡ് മോർണിംഗ് പറയണേ കേട്ടാ. ബൈ അന്വി ബൈ. എന്തോ ബൈ ധനു ബൈ. എന്താണ് ആണോ? അപ്പോൾ അതാ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി രാവിലെ ഉള്ളൊരു റുട്ടീൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ബിക്കോസ് ഞാനും കുട്ടികളുടെ കാര്യം നോക്കുക, അല്ലെങ്കിൽ സ്നാക്സിൻ്റെ കാര്യം ഞാനായിരിക്കും അറേഞ്ച് ചെയ്യുക. അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അനീതി ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാക്കും. സോ നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ആരും ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമായിരിക്കും ഞാൻ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്താ പറയുക, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വരുന്നൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ബട്ട് എന്നാലും എനിക്കിഷ്ടമാണ്. ബിക്കോസ് അവൾക്ക് വേണ്ടി കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. ബിക്കോസ് എനിക്കധികം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല. പക്ഷെ നിൽക്കുന്ന ടൈം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യം. നേരെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം കുറച്ചൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഓടാനുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. വൈകുന്നേരം ആകുമ്പോൾ ധ്വനീനെ അവിടെ ഇറക്കും. ഏട്ടൻ വരും, ഷൂട്ട് കഴിഞ്ഞ് വന്ന് ആളവിടെ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരും. സോ ഇതാണൊരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. എനിവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആൻഡ് ധ്വനി ആക്ച്വലി പ്രീ KG ആണ് പഠിക്കുന്നത്. അപ്പോൾ അവളുടെ പ്രീ KGയുടെ ലാസ്റ്റ് ഡേ ആണിന്ന്. സോ എന്തായാലും ഇന്നത്തെ ദിവസവും മസ്റ്റായിട്ട് അവൾ സ്കൂളിൽ പോകണമെന്നും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ബൈഡാ. ഓക്കെ ബൈ.